വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഹിയർ ഈസ് മൈ എക്സ്ക്ലൂസീവ് ഇൻഡൽജ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ക്യൂബിനൊപ്പം റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സിയാന്റെ അടുത്തേക്ക് സിഹാൻ എത്തുന്നു. അവൻ തിരിച്ചു വന്നതിന്റെ സന്തോഷം അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സിഹാൻ അത്ര സന്തോഷത്തിലായിരുന്നില്ല. അവനെ കണ്ടതോടെ ക്യൂബിന്റെ സന്തോഷം തീരുന്നു. രണ്ടുപേരും സിയാന് വേണ്ടി അവിടെ ഒരു മത്സരം തന്നെ നടത്തുന്നുണ്ട്. ഓർഡർ ചെയ്ത ഹോട്ട് പോട്ടിൽ അവളുടെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണെന്ന് പറഞ്ഞായിരുന്നു ആദ്യ തർക്കം. രണ്ടുപേരും പറയുന്ന ഫ്ലേവർ കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ അത് ഒരു വിധത്തിൽ ഒതുക്കി തീർത്തപ്പോഴാണ് അവളുടെ ഫേവറേറ്റ് ഫുഡിനെ പറ്റി പറഞ്ഞ് രണ്ടുപേരും വീണ്ടും തർക്കിച്ചത്. സിഹാൻ ആകെ അവൾ കഴിക്കാറുണ്ടായിരുന്ന ഫേവറേറ്റ് നൂഡിൽസും കേക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ക്യൂബിന് അവളുടെ അമ്മ പറഞ്ഞ് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളും അറിയാമായിരുന്നു. അവനതെല്ലാം പറഞ്ഞപ്പോൾ അവൾ പോലും അമ്പരക്കുന്നു. പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവച്ചതിൽ നിന്ന് ക്യൂബ് ഒരു ഫ്രൂട്ട് എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നു. അത് കണ്ടിട്ട് സിഹാന്റെ നോട്ടം കണ്ട് ഞാൻ തനിയെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൾ അത് കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോഴാണ് അതെൻ്റെ വായിൽ വെച്ച് തരാൻ പറഞ്ഞ് അവൻ വാ തുടങ്ങുന്നത്. നിനക്ക് തന്നെ കഴിക്കാൻ വയ്യെന്ന് ക്യൂബ് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളതാണെന്ന് അവൻ ഗമയിൽ പറയുന്നു. ക്യൂബ് അവളുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തനിയെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് സിഹാൻ അത് വാങ്ങുന്നു. എന്നിട്ട് സിയാന് കൊടുക്കാൻ തുടങ്ങുന്നു. അവൻ അങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ട് അവൾ കുറച്ച് എക്സൈറ്റഡ് ആയി കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് നെറുകയിൽ കയറുന്നു. അപ്പോൾ പിന്നെ അവളുടെ പുറത്തട്ടി കൊടുക്കാനായി മത്സരം. രണ്ടുപേരും അവളെ തങ്ങളുടെ വശത്തേക്ക് വലിക്കാനും തുടങ്ങുന്നു. രണ്ടുപേരും കൂടി ഇപ്പോൾ എന്നെ കൊല്ലുമെന്ന് ചോദിച്ച് അവൾ രണ്ടുപേരെയും തട്ടി മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആനിവേഴ്സറി അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഗിഫ്റ്റായ ഒരു കപ്പിൾ ബോ അവൾക്ക് സമ്മാനിച്ചത്. അത് തന്നെ ക്യൂബ് അതിൽ നിന്നൊരെണ്ണം വാങ്ങി തലയിൽ വെക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന ഉടനെ തന്നെ സിഹാൻ വാങ്ങിച്ച് അവൻ്റെ തലയിലും വെക്കുന്നു. അവർ കപ്പിൾസായി പോകുന്ന കണ്ട് ചിയയും അവളും ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് തിരികെ പോകുന്നതിനെക്കുറിച്ച് അടുത്ത തർക്കം നടക്കുന്നത്. വീട്ടിൽ കൊണ്ടാക്കാമെന്ന് സിയാൻ നേരത്തെ വാക്ക് തന്നതാണ്. അതുകൊണ്ട് കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് ക്യൂബ് നിർബന്ധം പിടിക്കുന്നു. വണ്ടി റെഡിയാക്കാൻ സിയാൻ ചിയയോട് പറയുന്നുണ്ട്. പക്ഷേ സിയാനെ അവിടെ നിർത്തിയിട്ട് അവനും ക്യൂബും കൂടിയാണ് അതിൽ പോയതെന്ന് മാത്രം. വണ്ടിയിൽ നിന്ന് അവളെ ഇങ്ങനെ കോൺട്രാക്ട് ഗേൾ ഫ്രണ്ട് ആക്കേണ്ട ആവശ്യം എന്താണെന്ന് ക്യൂബ് സിഹാനോട് ചോദിക്കുന്നു. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അവളെന്നെ ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമാണ്. അതറിയാവുന്നത് കൊണ്ടാണ് നീ ഇത്ര ധൃതിയിൽ മടങ്ങി വന്നതെന്ന് എനിക്കറിയാം എന്ന് ക്യൂബ് അവനോട് പറയുന്നുണ്ട്. മാത്രമല്ല നടക്കാൻ കഴിയാത്ത നിന്നേക്കാൾ എന്തുകൊണ്ടും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന എനിക്കാണെന്നും അവൻ പറയുന്നു. സിഹാൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ക്യൂബ് വഴിയിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ തലയിൽ നിന്ന് ആ ബോ ഊരി അവൻ വാങ്ങുന്നുണ്ട്. സിഹാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ വഴിയിൽ കളഞ്ഞിട്ട് പോയതിൻ്റെ പിണക്കം സിഹാൻ കാണിക്കുന്നുണ്ടെങ്കിലും നീ അവൻ്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞവൻ സോറി പറഞ്ഞപ്പോൾ അവൾ ക്ഷമിക്കുന്നു. ക്യൂബിൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയ ബോ അവൻ അവൾക്ക് നൽകുന്നു. എന്തിനാണ് നീ ഇത് തിരികെ വാങ്ങിയതെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇത് കപ്പിൾസിനുള്ളതാണ് എന്നാണ് അവൻ പറയുന്നത്. തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ റിലേഷൻ വെച്ച് നമുക്കിടയിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇന്നു മുതൽ നമുക്കിടയിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല. നീ ശരിക്കും എൻ്റെ ഫിയാൻസിയാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ റിലേഷൻഷിപ്പ് രണ്ടുപേരും കൺഫേം ചെയ്യുന്നുണ്ട്. അതോടെ അവൻ കിസ് ചെയ്യാൻ അടുത്തെങ്കിലും അവൾ അവനെ തടഞ്ഞിട്ട് ഇത് കുറച്ച് പെട്ടെന്നാണ്. നീ ഇപ്പോൾ ഇന്ത്യൻ ബോയ് ഫ്രണ്ട് ആണ്. ഒഫീഷ്യലാക്കണോ എന്ന് നിന്റെ പെർഫോമൻസ് അനുസരിച്ച് തീരുമാനിക്കാം എന്നവൾ പറയുന്നു. അവരത് സമ്മതിച്ചതുപോലെ തലകുലുക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ പെട്ടെന്ന് കവളൊരു കുഞ്ഞു കിസ് കൊടുക്കുന്നു. സിയാൻ അതിൻ്റെ പിണക്കം കാണിക്കുന്നുണ്ട്. എന്നാലും റിലേഷൻഷിപ്പ് കൺഫേം ആയതോടെ രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത്. നീ ഉറങ്ങുന്നത് ഞാൻ നോക്കിക്കിടന്നോളാമെന്ന് പറഞ്ഞ് സിയാൻ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നപ്പോൾ നീ ഇങ്ങനെ ഇരുന്നാൽ നീ ഉറങ്ങാൻ പറ്റില്ല എന്നവൾ പറയുന്നു. എങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കാമെന്ന് പറഞ്ഞ് അവൻ കണ്ണടച്ച് പിടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് സിയാൻ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. സിയാൻ ഒന്ന് ഷോക്കാക്കുന്നുണ്ട്. അവനുമായി വിവാഹവേഷത്തിൽ നിൽക്കുന്ന സ്വപ്നം കണ്ട് അങ്ങനെ കിടന്ന് അവൾ സുഖമായി ഉറങ്ങിയെങ്കിലും അവൻ ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അവൾ ഉറങ്ങപ്പോഴും ഉറങ്ങാതെ കുത്തിയിരിക്കുന്ന അവനെയാണ് കണ്ടത്. നീ എന്താ ഉറങ്ങിയില്ലേ, എന്ത് പറ്റിയെന്ന് അവൾ നിഷ്കളങ്കമായി ചോദിക്കുന്നു. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, എന്തായാലും ഇന്നു മുതൽ ഞാൻ എൻ്റെ മുറിയിൽ തന്നെ കിടന്നുറങ്ങിക്കോളാം എന്നവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ആൻറ്റിയും കസിനും കൂടി അമ്മയുടെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് അവളെ വീഡിയോ കോൾ ചെയ്തത്. അവർക്ക് ഇഷ്ടമല്ല എന്ന് അവളുടെ റിയാക്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ അറിയാം. അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേഗം റെഡിയായി ഇറങ്ങുന്നു. അവളുടെ കൂടെ ചെല്ലാൻ ചെയ്യാൻ തയ്യാറായെങ്കിലും അവനെക്കുറിച്ച് ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ലാത്തതിനാൽ തൽക്കാലം കൂടെ വരണ്ട, ഞാൻ പതുക്കെ അമ്മയോട് കാര്യങ്ങൾ പറയാം, അതിനുശേഷം തമ്മിൽ കണ്ടാൽ മതി എന്നവൾ പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുന്നു. സിയാൻ്റെ ആൻറ്റി അവളുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് കുറച്ച് പണം നൽകി സഹായിച്ചിരുന്നു. ഇപ്പോൾ അവളും സിയാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈ വരവ്. അന്ന് നിന്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ക്യാഷ് നൽകി സഹായിച്ചതല്ലേ, നിന്റെ മകൾ പണക്കാരനായ ഒരു ഭർത്താവിനെ കണ്ടെത്തിയപ്പോൾ ഞങ്ങളെ കൂടി സഹായിക്കേണ്ടതല്ലേ എന്ന് അവർ അമ്മയോട് ചോദിക്കുന്നു. ഏത് പണക്കാരൻ ഭർത്താവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നമ്മ അമ്പരപ്പോടെ ചോദിച്ച സമയത്താണ് സിയാൻ അവിടെ എത്തിയത്. അന്ന് സഹായിച്ചു എന്ന് പറയുന്ന ക്യാഷ് അടുത്ത മാസം തന്നെ പലിശ സഹിതം തിരികെ തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറി വന്നത്. പക്ഷേ ആൻറ്റി അതൊന്നും കാര്യമാക്കാതെ അവർ വന്ന കാര്യം അവളോട് പറയുന്നു. അവരുടെ മകൻ ഏതോ ഒരു ഐറ്റത്തിൻ്റെ പേറ്റൻറ്റ് സ്വന്തമാക്കണം. അതിന് സിഹാൻ്റെ കയ്യിൽ നിന്ന് അവൾ കുറച്ച് തുക കടം വാങ്ങി കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട, 10-20 മില്യൺ മാത്രം മതി. അത് കേട്ടപ്പോൾ തന്നെ അവൾ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ ഡയൽ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുന്നു. അമ്മയെയും അവളെയും കുറെ കുറ്റം പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇനി അവരെ അകത്തേക്ക് കടത്തി വിട്ടിരുന്നെന്ന് സിസ്റ്റർമാരോട് പോയി പറഞ്ഞിട്ട് സിയാൻ തിരികെ അമ്മയുടെ അടുത്തെത്തുന്നു. പക്ഷേ അമ്മയ്ക്ക് അത്യാവശ്യമായി അറിയേണ്ടിയിരുന്നത് ആൻറ്റി പറഞ്ഞിട്ട് പോയ സിഹാൻ ആരാണെന്നായിരുന്നു. അവനെക്കുറിച്ച് അവൾ അമ്മയോട് പറയുന്നു. എൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ക്യാഷ് കണ്ടെത്താൻ വേണ്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഴിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചികിത്സയെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നമ്മ പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, ശരിക്കും അവനെ ഇഷ്ടമാണ്, വളരെ നല്ല ആളാണെന്നൊക്കെ അവൾ അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അവർ തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട്.
അവനെ നേരിട്ട് കാണണമെന്നും ആവശ്യപ്പെടുന്നു. ആ സന്തോഷ വാർത്ത പറയാനുള്ള ത്രില്ലാണ് സിയാൻ വീട്ടിലെത്തിയത്. പക്ഷെ അവൾ ചെല്ലുമ്പോൾ അവളുടെ ആൻറ്റിയും മകനും കൂടി അവളുടെ ബന്ധുക്കൾ എന്ന നിലയിൽ അവിടെ കയറി കൂടിയിരുന്നു. അവൾ അപ്പോൾ തന്നെ അവരെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നു. പക്ഷേ പേറ്റന്റിൻ്റെ കാര്യം അവർ സിയാനോട് പറയുന്നു. സിയാനെ അടക്കി നിർത്താനായി അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും എന്ന് ആൻറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ അസിസ്റ്റൻ്റാണ് എന്ന് പറഞ്ഞ് സിയാൻ നയത്തിൽ അവരെ ചിയോയ്ക്കൊപ്പം പറഞ്ഞയക്കുന്നു. ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് ചിയയും 2 സെക്യൂരിറ്റികളും കൂടി അവരെ പിടിച്ച് പുറത്താക്കുന്നു. നിങ്ങൾ തുറന്ന് ദുഃഖിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ പോയത്. അവരുടെ വരവ് സിയാനെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നു. സത്യമെല്ലാം മുത്തശ്ശനോട് തുറന്നു പറഞ്ഞാലോ എന്നവൾ സിഹാനോട് ചോദിക്കുന്നു. മുത്തശ്ശന് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പറ്റിയൊരു അവസരം നോക്കി പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നവൻ പറയുന്നു. അവളുടെ അമ്മയെ കാണാനായി നാളെ തന്നെ കൊണ്ടുപോകണമെന്നും പറയുന്നുണ്ട്. സിയാൻ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പുറത്തേക്ക് വന്നപ്പോഴാണ് ആൻറ്റിയും മകനും അവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് കാണുന്നത്. സിഹാനെ അവിടെയും കാണാനുണ്ടായിരുന്നില്ല. അവൾ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നിടയിലാണ് സിഹാന്റെ ആൻറ്റി മുത്തശ്ശനെയും കൂട്ടി അവിടെ എത്തിയത്. അവരെ അവിടെ ജോലിക്ക് നിയമിച്ചതും ആൻറ്റിയായിരുന്നു. സിയാന്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അവർ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. റിലേറ്റീവ്സ് എവിടെ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ജോലിക്കാരുടെ വേഷത്തിൽ നിന്ന് ആൻറ്റിയും മകനും ഞങ്ങളാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. സിയാന് സത്യമെല്ലാം മുത്തശ്ശനോട് പറയേണ്ടി വരുന്നുണ്ട്. സിയാൻ അവളുടെ പ്രിയപ്പെട്ട ഏതോ ഡിഷ് വാങ്ങാനായി പോയതായിരുന്നു ഈ സമയം. ഹോം ഡെലിവറി ഇല്ലാത്തതിനാൽ അവർ നേരിട്ട് പോയി വാങ്ങി വരികയാണ്. പക്ഷേ വഴിയിൽ വെച്ച് വീൽ ചെയർ ഒരു കല്ലിൽ കയറി മറിയാൻ തുടങ്ങുന്നതിനാൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് റോഡിൽ വീഴുന്നു. ആ വിഷമത്തോടെയാണ് അവൻ വീട്ടിലേക്ക് പോയത്. അപ്പോഴേക്കും മുത്തശ്ശനെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. സിഹാന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി യഥാർത്ഥ ഐഡന്റിറ്റിയെക്കുറിച്ച് അവൻ അറിയില്ലായിരുന്നു എന്നാണ് സിയാൻ പറഞ്ഞത്. പക്ഷേ അവളെ മാത്രം കുറ്റക്കാരിയാക്കാൻ തയ്യാറില്ലാത്തതിനാൽ ഞാനാണ് അവളെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നവൻ പറയുന്നു. കുറ്റമേറ്റെടുക്കാൻ 2 പേരും കൂടി മത്സരിക്കുന്നിടയിൽ മുത്തശ്ശന് സുഖമില്ലാതെയാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയ ശേഷം സിഹാൻ അദ്ദേഹത്തെ കാണാൻ കയറാൻ തുടങ്ങിയെങ്കിലും ആൻറ്റി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവനെ കാണണ്ട, സിയാനെ മാത്രം കണ്ടാൽ മതി എന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അവനെ തടയുന്നു. സിയാൻ തനിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടികളെ ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു. ഇങ്ങനൊരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ച ആൻറ്റി ആ സമയത്ത് അവനെ പരിഹസിക്കുന്നു. അച്ഛൻ കൊല്ലപ്പെട്ട അപകടത്തെക്കുറിച്ച് തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന രീതിയിൽ അവൻ സംസാരിച്ചെങ്കിലും ഒരിക്കലും തെളിവുകൾ കിട്ടില്ല എന്ന് പൂർണ്ണ ബുദ്ധിമുള്ളതുപോലെ ഈ സമയത്ത് നീ എന്നെക്കുറിച്ച് ചിന്തിക്കാതെ നിന്നെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശനെ കണ്ട ശേഷം സിയാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് അവർ സിയാനോട് പറയുന്നു. ഞാൻ മുത്തശ്ശനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നിന്നെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. എന്നേക്കാൾ നല്ലൊരാളെ നിനക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ പിരിയുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സിയാന്റെ ആൻറ്റിയെയും മകനെയും സാമ്പത്തികമായി സഹായിക്കാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ടായിരുന്നു സിഹാന്റെ ആൻറ്റി അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷേ കാര്യം കഴിഞ്ഞപ്പോൾ അവർ അവരെ പിടിച്ച് പുറത്താക്കുന്നു. സിയാൻ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. സിഹാനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ആൾ ആകെ വിഷമിച്ചു വന്നിരിക്കുന്ന കണ്ട് എന്ത് പറ്റിയെന്ന് അമ്മ തിരക്കുന്നുണ്ടെങ്കിലും അവൾ വിവരം പറയുന്നില്ല. ഒരു ഫ്രണ്ടിന്റെ റിലേഷനിലെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രശ്നം ഫ്രണ്ടിനല്ല അവൾക്ക് തന്നെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ചില ഡ്രാമകളിലെ കപ്പിൾസ് അവസാനം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യൂബ് അവിടെ എത്തിയത്. സിയാൻ ഈ സമയം മുത്തശ്ശനെ കണ്ട് സംസാരിക്കുന്നു. സിയാന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ് എന്നൊക്കെ അവൻ മുത്തശ്ശനോട് പറയുന്നു. അവൾ നിരപരാധിയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചേരേണ്ടത് ചേരാൻ പാടുള്ളൂ. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഞാൻ നിന്നെ ചെയർമാനായി പ്രഖ്യാപിക്കാനിരുന്നതാണ്. ലവ് വേണോ ബിസിനസ് വേണോ നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. സിഹാന്റെ വീട്ടിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞായിരുന്നു ക്യൂബ് സിയാനെ കാണാൻ എത്തിയത്. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അവളെ തനിച്ചാക്കിയെന്ന് പറഞ്ഞ് അവൻ സിയാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. തനിച്ചിരിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അവനോട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോഴാണ് സിഹാൻ ചുയയ്ക്കൊപ്പം അവിടെ എത്തിയത്. അവനെ കണ്ടതും അവൾ വേഗം മുറിയിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ നിൽക്കുന്നു. പക്ഷേ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോഴും ക്യൂബും അവർക്കിടയിൽ കയറിയെന്ന് അവൾക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞില്ലേ, നീ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് സിഹാനോട് പറയുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്നവനോട് പറഞ്ഞിട്ട് എനിക്ക് നിന്നോടൊന്ന് സ്വകാര്യമായി സംസാരിച്ചേ പറ്റൂ എന്ന് സിഹാൻ വീണ്ടും അവളോട് പറയുന്നു. ഇത്തവണ അവൾ കേൾക്കാൻ തയ്യാറായി തിരിഞ്ഞു നിൽക്കുന്നു. ആരും നിന്നെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കരുത് എന്നവളോടും ഇനി നീ അവളെ കരയിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ അവളെ കൊണ്ടുപോകുമെന്ന് സിഹാനോടും പറഞ്ഞിട്ട് ക്യൂബ് അവിടെ നിന്ന് പോകുന്നു. സിയാൻ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചാണ് അവർ സംസാരിച്ചത്. നീയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അടുത്ത ചെയർമാനാക്കാമെന്ന് മുത്തച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കതിന് കഴിയില്ല. നീയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നവൻ പറയുന്നു. മാത്രമല്ല അവളുടെ മുൻപിൽ വെച്ച് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് അവൾ ശരിക്കും അമ്പരക്കുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള അപകടത്തിൽ അച്ഛൻ കൊല്ലപ്പെട്ടത് അച്ഛനെ ഇല്ലാതാക്കി സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ആൻറ്റിയുടെ നീക്കമായിരുന്നു എന്ന് അവൻ അവളോട് പറയുന്നു. അന്ന് തന്നെ ആൻറ്റി സംശയമുണ്ടായിരുന്നുകൊണ്ട് കാലുകൾക്ക് പറ്റിയ പരിക്ക് ഗുരുതരമാണ് എന്ന് പറഞ്ഞ് വീക്കായി അഭിനയിച്ചതാണ്. ആ സമയത്ത് സഹായത്തിന് മറ്റാരും ഇല്ലാതിരുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് താമസം മാറുകയും ചെയ്തു. വർഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാല് ശരിയായെങ്കിലും അക്കാര്യം ആൻറ്റി അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അടുത്തിടെ ഞാൻ US പോയത് അച്ഛൻ്റെ അന്നത്തെ സെക്രട്ടറി കാണാനാണ്. ആൻറ്റി തന്നെയാണ് അപകടത്തിന് പിന്നിലെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ തെളിവുകളെല്ലാം അന്നേ ആൻറ്റി നശിപ്പിച്ചിരുന്നു. ഇനി ആൻറ്റിക്കെതിരെ തെളിവുണ്ടാക്കണമെങ്കിൽ അതിന് നിന്റെ സഹായം ആവശ്യമാണ്. ഇത്രയും വർഷങ്ങൾ ഞാനൊരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു താമസിക്കുന്നത് പോലെയായിരുന്നു.
നിന്നെ കണ്ടതിന് ശേഷമാണ് അതിനൊരു മാറ്റമുണ്ടായത്. നീ എന്നെ തനിച്ചാക്കി പോകരുതെന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. എല്ലാം കെട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അവൾ അവൻ്റെ കാര്യമോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. പോകരുത് എന്നും കൂടി പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവനെ വിട്ട് എവിടെയും പോകില്ല എന്ന് ഉറപ്പും കൊടുക്കുന്നുണ്ട്. സിയാൻ സന്തോഷത്തോടെ അവളെ കിസ് ചെയ്യുന്നു. അന്ന് അവർ ഒരുമിച്ച് കഴിയുന്നുമുണ്ട്. അടുത്ത ദിവസം തന്നെ സിയാൻ കമ്പനിയിൽ പോയി ആൻറ്റിയെ കാണുന്നു. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത സന്തോഷത്തിലായിരുന്നു അവർ. 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ആൻറ്റിയാണ് ആസൂത്രണം ചെയ്തത് എന്നതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞ് സിയാൻ ഒരു പെൻഡ്രൈവ് ആൻറ്റിയെ കാണിക്കുന്നു. ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൻറ്റി ആദ്യമൊന്നും അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ സിയാൻ തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് അവസാനം അവരെ വിശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ അവളുടെ കയ്യിൽ നിന്ന് ആ പെൻഡ്രൈവ് തട്ടിയെടുത്ത് താഴെയിട്ട് ചവിട്ടി പൊട്ടിച്ച് നശിപ്പിക്കുന്നു. മാത്രമല്ല ആ അപകടമുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ തെളിവുകൾ ആര് ശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ചെയർമാൻ വിശ്വസിക്കുകയുമില്ല എന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്നു. അതോടെ അത്രയും സമയം പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ചെയർമാനും സിയാനും എല്ലാം അകത്തേക്ക് കയറി വരുന്നു. ആൻറ്റിയെ കൊണ്ട് തന്നെ സത്യം പറയിക്കാൻ വേണ്ടിയാണ് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സിയാൻ സംസാരിച്ചത്. അത് പ്രയോജനപ്പെടുകയും ചെയ്തു. സിയാൻ നടന്നാണ് മുത്തശ്ശനൊപ്പം അകത്തേക്ക് കയറി വന്നത്. അവിടെ നടന്നെല്ലാം അദ്ദേഹം കേട്ടതോടെ ആൻറ്റിക്ക് അദ്ദേഹത്തിന് മുന്നിൽ കുറ്റസമ്മതം നടത്തേണ്ടി വരുന്നു. സ്വന്തം മകളായി തന്നെ വളർത്തിയ അവർ തൻ്റെ മകനെ കൊന്നു എന്നറിഞ്ഞ് മുത്തശ്ശനെ തളർത്തുന്നു. അവർ ക്ഷമ പറയുന്നുണ്ടെങ്കിലും ക്ഷമിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആൻറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അടുത്ത ദിവസം സിയാനെ അറിയിക്കുന്നു. മുത്തശ്ശൻ നമ്മുടെ വിവാഹത്തിന് സമ്മതം നൽകിയെന്ന് പറഞ്ഞ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുമുണ്ട്. സിയാന്റെയും വിവാഹമാണെന്ന്. സിയാന്റെ അമ്മയും സിയാന്റെ മുത്തശ്ശനുമെല്ലാം നല്ല സന്തോഷത്തിലാണ്. എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിയെ നൽകണമെന്ന മിഷൻ മുത്തശ്ശൻ സിയാനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ വിവാഹം നടക്കുന്നിടത്ത് ഈ ഡ്രാമ അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹാനിയയ്ക്ക് കൊറിയൻ മല്ലു ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.